ಕಾಳಿ ಸೇತುವೆ ದುರಂತ 8 ದಿನದ ಬಳಿಕ ಮೇಲಕ್ಕೆತ್ತಿದ್ದ ಲಾರಿ. ಉತ್ತರ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಹಳೆ ಕಾಳಿ ಸೇತುವೆ ಕುಸಿತವಾಗಿ ಕಾಳಿ ನದಿಯಲ್ಲಿ ಮುಳುಗಿದ ತಮಿಳುನಾಡು ಮೂಲದ ಲಾರಿ ಸಂಖ್ಯೆ TN52 AC 6880 ನನ್ನು ಸೂಕ್ತ ಪೊಲೀಸ್ ಬಂದೋಬಸ್ತ್ನೊಂದಿಗೆ ಯಶಸ್ವಿಯಾಗಿ ನೀರಿನಿಂದ ಮೇಲಕ್ಕೆ ಎತ್ತಲಾಗಿದೆ. ಆಗಸ್ಟ್ 7ರಂದು ಕಾರವಾರ ನಗರದ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ 66ರ ಗೋವಾ ಕಾರವಾರ ಸಂಪರ್ಕ ಹೊಂದಿದ ಕೋಡಿಬಾಗ್ನ ಕಾಳಿ ಬ್ರಿಡ್ಜ್ನಲ್ಲಿ ಲಾರಿ ಚಾಲಕನ ಸಮೇತ ಬಿದ್ದಿದ್ದ ತಮಿಳುನಾಡು ಮೂಲದ ಲಾರಿಯನ್ನು 8 ದಿನದ ನಂತರ ಕಾರ್ಯಾಚರಣೆ ನಡೆಸಿ ಹೊರತೆಗೆಯಲಾಯಿತು. ಗುರುವಾರದ ಬೆಳಿಗ್ಗೆ ಕಾರ್ಯಾಚರಣೆಗೆ IRB ತಲ ಕಂಪನಿಯು 3 ಕ್ರೇನ್ ಹಾಗೂ 2 ಬೋಟ್ ಬಳಸಿ ಕಾರ್ಯಾಚರಣೆಗೆ ಇಳಿದಿತ್ತು. ಆದರೆ ಲಾರಿ ಹೆಸ್ಕಾಂನ ತಂತಿಯ ಮೇಲೆ ತೇಲುತ್ತಿದ್ದು ತಂತಿ ಕಟ್ ಮಾಡಿದ್ದಲ್ಲಿ ಲಾರಿ ಇನ್ನೂ ಕೆಳಕ್ಕೆ ಹೋಗುವ ಆತಂಕವಿತ್ತು. ಆದರೆ ಯಲ್ಲಾಪುರದ ಸನ್ನಿ ಸಿದ್ದಿ ಎಂಬುವರು ಯಾವುದೇ ಸಾಧನ ಬಳಸದೆ ನೀರಿನಾಳಕ್ಕೆ ಹೋಗಿ ರೋಪ್ ಕಟ್ಟಿ ಬಂದಿದ್ದರು. ಇದರ ನಂತರ ಈಶ್ವರ್ ಮಲ್ಪೆ ತಂಡ 3 ರೋಪ್ ಕಟ್ಟಿ ಕೇಬಲ್ ತುಂಡರಿಸಿ ರೋಪ್ನನ್ನು ಟಾಯಿಂಗ್ ಮೂಲಕ ಏಳಿಸಿದ್ದು ದಡಕ್ಕೆ 100 ಮೀಟರ್ ಇರುವಾಗ ಕಲ್ಲಿನ ಭಾಗದಲ್ಲಿ ಸಿಲುಕಿಕೊಂಡಿದ್ದು, ಆದರೂ ಶತಪ್ರಯತ್ನ ನಡೆಸಿ ಸುಮಾರು 7.5 ಟನ್ಗೂ ಹೆಚ್ಚು ತೂಕದ ಲಾರಿಯನ್ನು ದಡಕ್ಕೆ ತಂದು ಯಶಸ್ವಿಯಾಗಿ ಕಾರ್ಯಾಚರಣೆ ನಡೆಸಿದ್ದಾರೆ. ഈ ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ 50ಕ್ಕೂ ಹೆಚ್ಚು ಜನ ഭാഗിയാಗಿದ್ದರು. സ്വാഭാവികമായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇരുമ്പ് വടങ്ങൾ നിരന്തരം തുടർന്ന് വന്ന ഈ വള്ളത്തിലേക്ക് വലിച്ചെടുക്കുന്ന ജോലിയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ ഈ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സംഘവും ഇവിടേക്ക് എത്തുമ്പോൾ പുഴയുടെ ഒഴുക്കുന്ന 2 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. അതിന് അടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അനൂപെ, രാവിലെ 9:30 തുടങ്ങിയ ഒരു രക്ഷാശ്രമമാണ് ഇതിൻ്റെ അവസാന മിനിറ്റിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ലോറിയെ തീരത്തോട് അടുപ്പിച്ചിരിക്കുന്നു. ഇനി ലോറി പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഉയർത്തുകയാണ് വേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി കൂടുതൽ ക്രെയിനുകളിൽ നിന്നുള്ള കൂടുതൽ റോപ്പുകൾ പുഴയിലേക്ക്, ഇരുമ്പ് വടങ്ങൾ പുഴയിൽ കിടക്കുന്ന ലോറിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. ഇനി അത് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ലോറിയുടെ ഒരു ഭാഗം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. ക്രെയിൻ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. റോപ്പുകൾ ടൈറ്റ് ചെയ്ത് വരുന്നു. ലോറിയുടെ ഭാഗം ഉയർന്ന് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ പുഴയുടെ ലോറിയുടെ തൊട്ടപ്പുറത്ത് വെള്ളത്തിൽ നിൽക്കുന്നു. ലോറിയുടെ ഭാഗങ്ങൾ, ലോറിയുടെ പിൻഭാഗമാണ് ഇതിലേക്ക്, ലോറിയുടെ പിൻഭാഗം കരയിലേക്ക് എത്തിക്കുന്നു. ആളുകൾ വലിയ രീതിയിൽ കൈയടി ഒഴുക്കുന്നു. കാലമുണ്ടാകുന്നത് വലിയൊരു ലോറിയാണ്, 16 ചക്രങ്ങളുള്ള ലോറിയാണ്. ആ ലോറിയുടെ ഭാഗമാണ് ഇപ്പോൾ, ലോറിയാണ് ഇപ്പോൾ ഇന്ന് ഒരാഴ്ചയിലെ 10 ദിവസത്തിൽ ശേഷം ഇപ്പോൾ പകുതി ബോഡിയുടെ താഴ്ഭാഗം, പിൻഭാഗം ഏതാണ്ട് കരമുട്ടിയിരിക്കുന്നു. ഇനി ക്രെയിനുകൾ പിന്നോട്ട് എടുത്ത് അതിൻ്റെ റോപ്പുകൾ കൂടുതൽ ടൈറ്റാക്കി ക്രെയിനുകൾ അല്പം മുന്നോട്ട് നീക്കി വേണം എടുക്കാൻ. കാരണം ക്രെയിനുകളുടെ ഇരുമ്പ് വടങ്ങളെല്ലാം അതിൻ്റെ ക്രെയിൻ്റെ ഏറ്റവും അടുത്തേക്ക് എടുത്തിരിക്കുന്നു. പരമാവധി അത് വലിച്ചെടുക്കാവുന്നത് ദൂരം എത്തിയിരിക്കുന്നു. ഇനി 30-നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. TN52 AK 6108 എന്ന പേരിലുള്ള രജിസ്ട്രേഷൻ നമ്പറിലുള്ള തിരച്ചിൽ ആരംഭിച്ചത്. തുടക്കത്തിൽ ലോറി കണ്ടെത്തുക, വെള്ളത്തിൻ്റെ അടിയിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന ജോലിയാണ് ഉണ്ടായത്. പിന്നീട് ഇരുമ്പ് വടങ്ങൾ, ക്രെയിനിൽ നിന്നുള്ള ഇരുമ്പ് വടങ്ങൾ ലോറിയുടെ ഭാഗങ്ങളിൽ ബന്ധിപ്പിച്ചു. പിന്നീട് പതുക്കെ അത് വലിച്ചടിപ്പിക്കുകയായിരുന്നു. പുഴയുടെ അടിത്തട്ട് നമുക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. വലിയ ഒഴുക്കുള്ള മീറ്ററുകൾ അധികം കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ശിരൂരിൽ നിന്ന്, അതായത് ഈ ലോറിയുണ്ടായ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് വെറും 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ശിരൂരിൽ അർജുനു വേണ്ടി നടക്കുന്ന തിരച്ചിലിൻ്റെ അവസാന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് നിരാശയുടേതായിരുന്നു. ആ ലോറി റിപ്പോർട്ട് ചെയ്യുന്ന ഈ നിമിഷം വരെ ഇപ്പോൾ സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ കടന്നു പോകുന്നത്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും നിരാശയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ഒഴുക്കുള്ള കാളി നദിയിലേക്ക് പതിച്ചിട്ടുള്ള ഈ ലോറി, 16 ചക്രങ്ങളുള്ള ഈ ലോറി ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതിയിലധികം കരയിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. പിൻഭാഗത്തെ 3 ടയറുകൾ നമുക്ക് ദൃശ്യമായി കാണാം. ലോറിയുടെ ക്യാബിൻ ഭാഗം കൂടി, പുഴയുടെ ക്യാബിൻ ഭാഗം കൂടി വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഏതാനും മീറ്ററുകൾ
மேலே அதுக்கு மேலே நம்மளுக்கு ஏகப்பட்டது லாஸ் பார்த்து ஏதோ கவர்மெண்ட் பார்த்து சப்போர்ட் பண்ணி பரத் லோகட்டர் மேடம் பிஸ்னஸ் வண்டி தான் வண்டி தான் வேறு ஒன்றும் இல்லை ஒரே வண்டி தான் இருக்குது டிரைவர் நல்லா இருக்காங்க ஹாப்பி இல்லை வண்டி எடுத்ததுன்னு தெரியுங்க எடுத்து என்ன ஏதுன்னு மேலே பார்க்கறதும் தெரியும் லாஸ் ஆகிடுச்சு ஓகே